നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രവാസിയായ ഒരു വ്യക്തി കഴിഞ്ഞ 35 വർഷമായിട്ട് നാട്ടിൽ പോകാൻ പറ്റാതെ ഗൾഫിൽ കിടക്കുകയും അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ച് അവിടെ കബറടക്കിയെന്നൊക്കെ ഒരു ന്യൂസ് കണ്ടു. ഞാൻ പറഞ്ഞു വന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രവാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാശുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എപ്പോൾ പൈസ വെച്ചാലും കിട്ടുന്ന ഒരു ഒരു സോഴ്സാണെന്ന് കരുതുന്നുണ്ട്. ശരിയായിരിക്കും. ഈ 12 മാസത്തെ അല്ലെങ്കിൽ 24 മാസത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് വന്ന് നിൽക്കുന്ന പ്രവാസി പലപ്പോഴും 1-2 മാസം വളരെയധികം ലക്ഷറിയായിട്ട് ചിലപ്പോൾ ജീവിച്ചെന്നിരിക്കും. വലിയ വില കൂടിയ ഭക്ഷണം മേടിച്ച് കഴിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുത്തെന്നിരിക്കും, അല്ലെങ്കിൽ അത് റീൽസ് ചെയ്യുന്നിരിക്കും. ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഈ കാണുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അവർ കരുതുന്നത് ഇവർ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്നതും അല്ല ജീവിക്കുന്നതും ഇതേ രീതിയിലാണെന്ന് കരുതുന്നവരുണ്ട്. ചില ആൾക്കാരൊക്കെ അങ്ങനെ ജീവിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ഒരു പരിധിവരെ മിക്കവാറും ആൾക്കാരും തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കഴിയുന്നത്. ഈ പറയുന്ന സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർഭാട ജീവിതം ഒന്നും പ്രവാസ ലോകത്ത് അവർക്ക് കാണത്തില്ല. ചെറിയൊരു മുറിയിൽ ചിലപ്പോൾ ബങ്ക് ബെഡിലൊക്കെ ആയിരിക്കും പലരും കിടക്കുന്നത്. 12, 13, 14 മണിക്കൂർ ജോലി ചെയ്തും വളരെ ദൂരം യാത്ര ചെയ്തൊക്കെ ആയിരിക്കും ഒരു ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നാട്ടിലേക്ക് വർഷങ്ങളായിട്ട് പോകാത്ത പല പ്രവാസികളും പലപ്പോഴും നിയമക്കുരുക്കുകളിൽപ്പെട്ട് കിടക്കുകയായിരിക്കും. എന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് പോകാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങളുടെ അല്ല നാട്ടിൽ നിൽക്കുന്ന ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുകയാണ്. നല്ല വീട് വെക്കാൻ, അല്ലെ അപ്പൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക്, സഹോദരിയുടെ കല്യാണത്തിന്, സഹോദരങ്ങളുടെ പഠിത്തത്തിന്, മക്കളുടെ പഠിത്തത്തിന്, അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയൊക്കെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം പലപ്പോഴും ഒരു ജീവിതം ഉണ്ടാകണമെന്നില്ല. പല ആൾക്കാരും പറയുന്നൊരു പരാതി, അല്ല എനിക്ക് വ്യക്തിപരമായി തോന്നിയൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗൾഫ് മേഖലയിൽ ഭയങ്കരമായ യുദ്ധമൊക്കെ നടക്കുകയാണ്. പലപ്പോഴും ഒരു വ്യക്തി പോലും നാട്ടിൽ നിന്ന് എങ്ങനെയുണ്ട് അവിടെ എല്ലാവർക്കും ഓക്കെ ആണോ, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറില്ല, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാറില്ല. ഈ പറയുന്ന പല വ്യക്തികളും തന്നെ പല ആവശ്യങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുമ്പം എനിക്ക് മൊബൈലിൽ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജാണ്. അപ്പോൾ ഞാൻ കരുതി സ്വാഭാവികമായിട്ടും ഇവിടുത്തെ യുദ്ധത്തിൻ്റെ വിവരമൊക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരിക്കും. പക്ഷേ മെസ്സേജ് തുറന്ന് നോക്കിയപ്പം ഒരു സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയച്ചേക്കാണ്. ഈ പറഞ്ഞ പൈസ അവർ കൈപ്പറ്റിയ ശേഷം പോലും എന്നാൽ എങ്ങനെയുണ്ട്, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, യുദ്ധമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊന്നും ആരും ചോദിക്കുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ദിവസം മുമ്പ് നമ്മൾ പ്രവാസികളായ വ്യക്തികൾ മനസ്സിലാക്കി പെരുമാറണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴല്ലേ നമ്മൾ അനുഭവത്തിൽ വരുമ്പോൾ ഭയങ്കര മാനസിക പ്രശ്നമാണ്. പല വ്യക്തികളും 35 വർഷം ആ വ്യക്തി നാട്ടിൽ പോയിട്ടില്ല, സ്വന്തം നാട് കണ്ടിട്ടില്ല.